എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. ഞാൻ ആഷ്ന. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് 7th സ്റ്റാൻഡേർഡ് പാസ് ആയിട്ടുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു അവസരമാണ് ഇനി വരാനിരിക്കുന്നത്. അതായത് നമുക്ക് ക്വാളിഫിക്കേഷൻ ചില ആളുകളുണ്ട്, ഞാൻ 7th ഉള്ളൂ അല്ലെങ്കിൽ 10th ഫെയിൽഡ് ആണ് എന്ന് വിചാരിച്ചിരിക്കുന്ന ആളുകളുണ്ട് എങ്കിൽ നിങ്ങളുടെ സ്വപ്ന ജോലി അല്ലെങ്കിൽ നിങ്ങൾക്കും ഗവൺമെന്റ് സർവീസിൽ സ്ഥിരമായിട്ടുള്ള നല്ലൊരു ജോലി സ്വന്തമാക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഡിഗ്രി ഗ്രാജുവേറ്റ്സ് ഉണ്ട് എങ്കിൽ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണണ്ട. ഇത് നമുക്ക് 10th ക്വാളിഫൈഡ് അല്ലെങ്കിൽ 7th ജയിച്ച ഉദ്യോഗാർത്ഥികൾക്ക്, 10th നിങ്ങൾ ഫെയിൽഡ് ആണെങ്കിലും കുഴപ്പമില്ല, അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ച നിങ്ങൾക്കും സർക്കാർ സർവീസിൽ ഒരു ജോലി നേടാൻ കഴിയും എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മൾ പറയുന്നത്. അതായത് നമുക്ക് PSC വഴി ഗവൺമെന്റ് ജോലി ലഭിക്കുന്നത്, PSCയുടെ ഒരു പരീക്ഷയുണ്ട്, അത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. ഏജ് ലിമിറ്റ് ജനറൽ കാറ്റഗറിയിൽ നിങ്ങൾക്കിപ്പോൾ 36 വയസ്സാണ്. ഇതിന്റെ പുതിയ നോട്ടിഫിക്കേഷൻ വരാൻ പോകുന്നേ ഉള്ളൂ. ഈ വർഷം അവസാനമാണ്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് 36 വയസ്സുണ്ട്. ഇനി OBC ആണ് എങ്കിൽ നിങ്ങൾക്ക് 39 വയസ്സ്. അതുപോലെ SC ST കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ്. 41 വയസ്സ് ഉള്ളവർക്കും ഈ ഒരു പരീക്ഷ ഈ ഒരു ടൈം വരെ എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഈ പ്രായത്തിലേക്ക് ഇനി പരീക്ഷ എഴുതി ഞാൻ എങ്ങനെ പാസ്സാവാനാ, എങ്ങനെ ജോലിക്ക് കയറാനെന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്. നമ്മുടെ സ്റ്റുഡൻസിന്റെ ലൈഫ് തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിയൽ ലൈഫിൽ കണ്ട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. അപ്പൊ എന്തായാലും കഥ പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ തികയാതെ വരും. അപ്പൊ എപ്പോഴും ഞാൻ പറയുന്നൊരു കാര്യം, നമുക്ക് ഒരു ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്നതും പഠിക്കാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഏജ് അതുപോലെ കാര്യങ്ങൾ അതൊക്കെ നമ്മളെ പുറകോട്ട് വലിക്കുന്ന പല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവും. എല്ലാവരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകും, ആരുടെയും ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. നമ്മൾ വെളിയിൽ നിന്ന് അല്ലെങ്കിൽ പുറമേ നിന്ന് നോക്കുന്ന പോലെ ആവണം എന്നില്ല എല്ലാവരുടെയും ജീവിതവും. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാം, നിങ്ങൾക്ക് പഠിക്കാൻ ഇപ്പൊ പണ്ടുള്ള ആളുകളൊക്കെ ഇപ്പൊ നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലൊക്കെ വരുമ്പോൾ തന്നെ ചേച്ചിമാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ തന്നെ പറയും പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്, അല്ലെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ചത് കൊണ്ട് നമുക്ക് പഠിച്ചു പോകാനായിട്ട് പറ്റാതെ പോയി എന്നുള്ള രീതിയിൽ അവരെ വിഷമമൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പറയുമ്പം നമ്മൾ പഠിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പൊ നിങ്ങൾ 7ാം ക്ലാസ് പാസ്സായിട്ടുണ്ട് എങ്കിൽ പോലും നിങ്ങൾക്കും നല്ല ഗവൺമെന്റ് ജോലി, അതായത് സൊസൈറ്റിയിൽ നല്ല സ്റ്റേറ്റസോട് കൂടിയിട്ടുള്ള ഒരു ജോലി നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യത്തിലേക്ക് പോകാം. 2023 അതായത് 535/2023 കാറ്റഗറിയിൽ ലാസ്റ്റ് ഗ്രേഡ് സെർവൻസ് വിവിധ ജില്ലകളിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് 7ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവർ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നത്, ഇത് അപ്ലൈ ചെയ്യാനായിട്ട് വിളിച്ചിട്ട് പറ്റുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പരീക്ഷ 2024 വിവിധ ജില്ലകളിലായിട്ട് പരീക്ഷ നടത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് മാസം 2025 ആയപ്പോഴത്തേക്കും അതിൻ്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. നമുക്കൊരു പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. അപ്പം 2028 ഓഗസ്റ്റ് മാസം 1-ാം തീയതി ആകുമ്പോൾ ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി എന്ത് ചെയ്യും, തീരും. അപ്പോൾ അന്നേ ദിവസം തന്നെ 2028 പുതിയ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യണം, PSCക്ക് പബ്ലിഷ് ചെയ്യണം അല്ലേ? അങ്ങനെയാണെങ്കിൽ 2026 അവസാനം PSC പരീക്ഷ നടത്തി. 2026 അവസാനമാകുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്, നോട്ടിഫിക്കേഷൻ റിലീസായി. 2027 ആകുമ്പോഴത്തേക്കും എന്താണ്, നമുക്ക് എക്സാം നടത്തി. 2028 ആകുമ്പോഴത്തേക്കും പുതിയ റാങ്ക് ലിസ്റ്റ്, ന്യൂ റാങ്ക് ലിസ്റ്റ് വരികയാണ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഏത് മാസമാണ്? ജനുവരി മാസമാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. 7ാം ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമാണ് വേരിയസ് LGSന് അപേക്ഷിക്കാൻ കഴിയുന്നത്. കമ്പനി ബോർഡ് LGS ഓൾറെഡി നമ്മുടെ ടൈം കഴിഞ്ഞു. ഇനി യൂണിവേഴ്സിറ്റി LGS ഒക്കെ വരാൻ പോവുകയാണ്. നോട്ടിഫിക്കേഷൻ വന്നിട്ടില്ല, ചാൻസ് ഉണ്ട്. അപ്പോൾ ആ പരീക്ഷയ്ക്ക് ഡിഗ്രി ഉള്ളവർക്കൊക്കെ അപേക്ഷിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഏറ്റവും മികച്ചൊരു അവസരമാണ് നമ്മുടെ മുന്നിലേക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, വരാനായിട്ട് പോകുന്നത് അല്ലേ? അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ GK പഠിക്കാനുണ്ട്, സയൻസ് പഠിക്കാനുണ്ട്, അതുപോലെ മാത്സ് പഠിക്കാനുണ്ട്. GKയിൽ തന്നെ നമുക്ക് നോക്കിക്കേ, കേരളത്തിൻ്റെ ഹിസ്റ്ററി പഠിക്കാനുണ്ട്, അതുപോലെ കേരളത്തിൻ്റെ ജോഗ്രഫി പഠിക്കാനുണ്ട്, പിന്നെ കറണ്ട് അഫേഴ്സ് പഠിക്കാനുണ്ട്,
പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കാനുണ്ട്, എക്കണോമിക്സിൻ്റെ കുറച്ച് ഭാഗങ്ങൾ പഠിക്കാനായിട്ട് വരുന്നുണ്ട്. സയൻസിൽ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് പഠിക്കണ്ടേ? നമ്മുടെ സാധാരണ സ്കൂൾ കുട്ടികളൊക്കെ 5 മുതൽ 10 വരെ പഠിക്കുന്ന SCERT സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളില്ലേ, അതൊക്കെ വെച്ച് തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ മാത്സിൻ്റെ, ഇംഗ്ലീഷ്, മലയാളം ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിന് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള കട്ട് ഓഫ് ഉണ്ടാകും. ഓക്കെ, നല്ല രീതിയിൽ കട്ട് ഓഫ് എന്ന് പറയുമ്പം നമ്മൾ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ തീവ്രമായിട്ട് അതിന് വേണ്ടി ഇപ്പം നിങ്ങളുടെ മുന്നിൽ ഒരു 1.5 വർഷം കിടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ പഠിച്ചു തുടങ്ങുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അടുത്ത വരാനിരിക്കുന്ന 2028 റാങ്ക് ലിസ്റ്റിൽ നിങ്ങളുടെ പേര് അവിടെ വരുന്നതാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നത് 2026 അല്ലേ? നമ്മുടെ മുന്നിൽ ധാരാളമായിട്ട് സമയമുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ ഒരു ഏജ് നിങ്ങൾ അറിയാതെ പോവുകയാണ്, ഇത് എനിക്ക് പറ്റുമോ എന്നുള്ള രീതിയിൽ പഠിച്ച് പോവാതെ അല്ലെങ്കിൽ മടിച്ച് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്ത് പോകേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഇത് അർഹിക്കപ്പെട്ട അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് അറിയാതെ പോകുന്ന കുറേ പേരുണ്ടാകും. അപ്പോൾ അവരുടെ മുന്നിലേക്ക് കൂടി ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോ കാരണം ചിലപ്പോൾ മറ്റുള്ള ചില ആളുകളുടെ ജീവിതം തന്നെ മാറ്റിമറിയാനായിട്ടുള്ളൊരു സമയം വരുന്നതാണ്. അതുകൊണ്ട് ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു കാര്യങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തീർച്ചയായിട്ടും പഠിക്കുക. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 7th ലെവലിന് വേണ്ടിയിട്ട് LGSൻ്റെ മാത്രം നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഇപ്പോഴേ മുതൽ പഠിച്ചു പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി വരുന്ന പരീക്ഷയാകുമ്പോൾ നിങ്ങൾക്ക് നമ്മളൊരു 150 ദിവസത്തെ സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ കൊടുക്കുന്നത്. ഓരോ സ്റ്റഡി പ്ലാൻ, ഓരോ Day 1, Day 2, Day 3, Day 1 നിങ്ങൾക്ക് പഠിക്കാനായിട്ട് 2 ക്ലാസ്സുകളും അതിൻ്റെ SCERT നോട്ടും ക്ലാസ്സും അതിൻ്റെ എക്സാമും നമ്മൾ നൽകുന്നുണ്ട്. അങ്ങനെ ഒരു 10 ദിവസമാകുമ്പോൾ ഓഫ്ലൈനായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ OMR പ്രാക്ടീസ് ചെയ്യാം. OMR പ്രാക്ടീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ Day 1 തൊട്ട് Day 10 വരെ നിങ്ങൾ പഠിച്ചിരിക്കുന്നതിൻ്റെ മുഴുവൻ ടെസ്റ്റുകളും നമുക്കിവിടുന്ന് നിങ്ങൾക്ക് OMR ബുക്ക് നമ്മൾ അയച്ചു തരും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് PSCയിൽ കൊടുക്കുന്നിരിക്കുന്ന പോലെ തന്നെയുള്ള OMR ബുക്കാണ്. അത് നിങ്ങൾക്ക് 200 പേജ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് എന്ത് ചെയ്യാൻ പറ്റും, വർക്കൗട്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു തരത്തിൽ പോവുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ പഠനം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.